ഈ വാങ്ങുക, കുടിക്കുക, വലിച്ചെറിയുക, ഇത് മലയാളികളുടെ ഒരു ശീലമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ 44 നദികളും മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത്. ഒടുവിലിപ്പം നമ്മളത് ശുചീകരിക്കാനുള്ള യജ്ഞമാണ് നടത്തുന്നത്. ആദ്യമേ ഒരുപക്ഷെ നമ്മൾ ഇത് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് വേണ്ട തരത്തിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഈ ശുചീകരണമെന്നും പറഞ്ഞ് ലക്ഷങ്ങളോ കോടികളോ പിന്നെ ചെലവഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ എല്ലാവരും അവരവരെ കഴിയുന്ന രീതിയിൽ ശുചീകരണ യജ്ഞമാണ് നദികളിലൂടെ നടത്തുന്നത്. ഇത് പക്ഷേ വേണ്ട തരത്തിൽ പ്രാവർത്തികമാകുന്നുണ്ടോ? 2 ചോദ്യമാണ്. സാർ പറഞ്ഞു 44 നദികളെന്ന് പറഞ്ഞു. പമ്പ നദി എടുക്കുക, ഒറ്റ നദി. നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. 1500ഓളം ചെറിയ നദികളുടെ സംഗമ നദിയാണ് പമ്പ നദി. കരമന എടുത്താലും അങ്ങനെ തന്നെ, എല്ലാ നദികളും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ഉപനദികളുടെയും തോടുകളുടെയും സംഗമ സ്ഥാനത്തിലെത്തുന്ന വലിയ നദി. ഇപ്പോൾ തിരുവനന്തപുരം കിള്ളിയാർ, കഴിഞ്ഞ ദിവസം ഞാൻ ഇതൊരു നമസ്തേ കിള്ളിയാർ എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് ഞാനും കൂടെ പങ്കെടുത്തിരുന്നു. ശ്രീ കുമ്മനം രാജശേഖരനൊക്കെ നയിച്ച പരിപാടി, ബി ജെ പി ജന്മഭൂമിയുടെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെടുത്തിയിരുന്നു. BJP അല്ല, ജന്മഭൂമി. അപ്പോൾ അതിനകത്തൊരു ടെക്നിക്കൽ എക്സ്പെർട്ട് എന്നുള്ള നിലയിൽ ഞാനും പങ്കെടുത്തിരുന്നു, കുറച്ച് ക്ലാസ്സുകളും പ്രഭാഷണങ്ങളൊക്കെ നടത്താൻ. അതിൽ തീർത്ഥങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. നെടുമങ്ങാട് പഞ്ചായത്തിലെ, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റികളിലെ ആനാട് പഞ്ചായത്ത് തീർത്ഥങ്കര എന്ന് പറയുന്ന ഒരു ചെറിയ നൂല് പോലത്തെ ഒരു ചാലാണ്, ചെറിയൊരു ചാലിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അത് വെള്ളാഞ്ചിറ വരുമ്പോൾ വേറൊരു ചാലുമാരി ചേരും. എന്നിട്ടാണ് ഇങ്ങനെ പലയിടത്ത് വെച്ച് ചേർന്നാണ് തിരുവനന്തപുരത്ത് നഗരത്തിലെത്തുമ്പോൾ വലിയ ആറായി നദിയായി മാറുന്നത്. ഇതുപോലെയാണ് ഓരോ നദികൾ. അപ്പോൾ അങ്ങനെ 44 നദികൾ എടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് 1-1.5 ലക്ഷം നദികളുടെ സംഗമ നദികളാണ് ഈ 44 നദികൾ, ചെറിയ ചെറിയ തോടുകളുടെ. ഇതെല്ലാം മലിനമാണ്. കയ്യേറ്റം നടത്തും, നമ്മൾ വ്യാപകമായി കയ്യേറും, മലിനമാക്കും. മലിനമാക്കുന്നതാരാ? 1.5 സെൻറ്റും 2 സെൻറ്റിനും വീട് വച്ചിരിക്കുന്നവരും മലിനമാക്കും, ലക്ഷറീസ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് വച്ചിരിക്കുന്നവരും മലിനമാക്കും. നദിയുടെ ഒരു 10-200 മീറ്റർ കരയിലോട്ട് ആര് വീട് വച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കക്കൂസിൻ്റെ ലാറ്ററിൻ്റെ ട്യൂബ് എങ്ങോട്ടിട്ടേക്കും? ഈ നദിയുടെ അടിയിലോട്ട് കടത്തി വിട്ടേക്കും. അപ്പോൾ എല്ലാ വേസ്റ്റ്, ഹ്യൂമൻ എക്സ്ക്രീറ്റ് എവിടെയാണ് പോകുന്നത്? നദിയിലേക്ക്. അത് വളരെ സുഖമല്ലേ? അല്ല, ഇതൊക്കെ പിന്നെ നോക്കേണ്ടത് തദ്ദേശ. അല്ല, ഞാൻ പറഞ്ഞിട്ട് നല്ല സുഖമല്ലേ സാർ? ഒരു കാര്യം, പല ഹോസ്പിറ്റലുകളും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു നദിയില്ല, ടൂറിസ്റ്റ് സെൻ്ററുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആതിരപ്പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചാലിയാർ പുഴ, ചാലക്കുടി പുഴ, എല്ലായിടത്തും ഇത് തന്നെ സ്ഥിതി. ഒരുപാട് സ്ഥലങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. 1, കയ്യേറുന്നുണ്ട് വ്യാപകമായിട്ട്. 2, റിയൽ എസ്റ്റേറ്റിൻ്റെ കയ്യേറ്റമുണ്ട്. നദിയുടെ തോടിൻ്റെ സൈഡിൽ കൂടെ ആദ്യം ഒരു ചുമ്മാ ഒന്ന് നികത്തും, പിന്നെ അത് റോഡാക്കും, പിന്നെ അതിൻ്റെ സൈഡെല്ലാം അങ്ങനത്തെ മണലൂറ്റൽ, വളരെ അനിയന്ത്രിതമായ മണലൂറ്റൽ, കരയിടിച്ചെടുക്കൽ, ഇങ്ങനെ പല രൂപത്തിൽ നശിപ്പിക്കുന്നതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നേരത്തെ പറഞ്ഞാൽ ശുദ്ധീകരിക്കാൻ വേണ്ടി യജ്ഞങ്ങളൊക്കെ നടക്കും. യജ്ഞം കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? അതിനേക്കാൾ മോശമാകും. ഇപ്പോൾ വരട്ടാർ എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ വരട്ടയാർ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ക്യാമ്പയിൻ നടന്നു. പക്ഷെ പിന്നെ വലുതായിട്ട് അശുദ്ധമായി. സംസ്ഥാന ശുചിത്വ മിഷൻ, പിന്നെ ഹരിത കേരള മിഷൻ നടത്തിയത്. പക്ഷേ പിന്നെ അശുദ്ധമായി. കിള്ളിയാറിൽ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത്, നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഒരു ബിജു, ഇന്നിപ്പോൾ അദ്ദേഹം നെടുമങ്ങാട് CPMൻ്റെ ഏരിയ സെക്രട്ടറി മറ്റുമാണ് പേരക്കടയിൽ. അപ്പോൾ ആ ബിജു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ആളാണ് ബിജു ഒരു താല്പര്യമൊക്കെ എടുത്തുകൊണ്ട് കിള്ളിയാറിന് വേണ്ടി കുറേ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തി, കുറച്ച് കാര്യങ്ങൾ ചെയ്തു ബിജു. പക്ഷേ ബിജു മാറിയപ്പോൾ അത് വീണ്ടും അതിനേക്കാൾ മോശമായി. അന്ന് ബിജു അത് ചെയ്തപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻകാർ പറഞ്ഞു, ഈ ആര്യചന്ദ്രൻ ടീമൊക്കെ പറഞ്ഞു, ആര്യചന്ദ്രൻ തൊട്ട് മുമ്പ് വരുന്ന ടീമൊക്കെ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഇതാ വിപുലമായി കിള്ളിയാറിന് എന്ത് ചെയ്യാൻ പോവുകയാണ്? ശുചീകരിക്കാൻ പോവുകയാണ്. ഒന്നും നടന്നില്ല. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനം, എന്നോട് ചോദിച്ച ചോദ്യം അതല്ല, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട കാര്യം അവരെന്ത് ചെയ്യുന്നില്ല? അവരും ചെയ്യുന്നില്ല. അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യുന്നില്ല. ജനങ്ങൾ ചെയ്യേണ്ട കാര്യവും ജനങ്ങളും ചെയ്യുന്നില്ല. ഒരിക്കൽ ഇത് ശുദ്ധമാക്കിയാൽ പോലും പിന്നെ എന്ത് ചെയ്യുന്നില്ല? അത് ശുദ്ധമായി സൂക്ഷിക്കുന്നില്ല, അത് അശുദ്ധമായി സൂക്ഷിക്കും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ലാറ്ററിന് വിടുകയാണെങ്കിൽ ലാറ്ററിൻ്റെ പിന്നെ ഓട അടച്ച് അതിന് പകരം അവരെ വീട്ടിൽ ലാറ്ററിൻ്റെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതുണ്ട്. ഒന്നിൽ വീട്ടുകാർ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കണം ഗവൺമെൻറ്. അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ വളരെ വ്യാപകമായ രീതിയിലാണ്. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാൻ മനസ്സിലാവും. ഹിന്ദുവിൻ്റെ ആചാരം അനുസരിച്ച്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് പിതൃപൂജ ചെയ്താൽ, അതായത് ബലി ഇട്ട് കഴിഞ്ഞാൽ മുങ്ങിക്കുളിക്കണമല്ലോ. അതെ, ബലി ഇടുന്നുമ്പേ തോർത്ത് കൊടുത്തുകൊണ്ട് പോയി മുങ്ങണം. ആ നനഞ്ഞ തോർത്തോടു കൂടി വന്ന് വേണം ബലിയിടാൻ. ബലി ഇട്ട് കഴിഞ്ഞ് പിന്നെ എവിടെ പോയി മുങ്ങണം? വീണ്ടും പോയി. ഇത് രണ്ടും ചെയ്താലേ ബലി പൂർണ്ണമാവുള്ളൂ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട
പിന്നെ പരശുരാമ ക്ഷേത്രം ഏതാണ്? തിരുവല്ല. തിരുവല്ലത്താണ്. അവിടെ സാറൊന്ന് പോയി നോക്കണം, ഒരു വീഡിയോ തന്നെ ചെയ്ത് നോക്കണം. അവിടെ ഒരാൾ പോലും എന്ത് ചെയ്യുന്നില്ല, മുങ്ങുന്നില്ല. അവർ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലർ വെള്ളം കോരി ഒന്ന് കുടയും. ആരെങ്കിലും ഒന്ന് അവിടെ കാലം ഒന്ന് ഇറങ്ങി അങ്ങനെ ചെയ്ത് അവർ ഉടൻ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെച്ചിട്ടുണ്ട്, ടാപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൈയും കാലം കഴുകിയിട്ട് പോകും. എന്ത് പുണ്യം, എന്ത് ആചാരം! ആ ആചാര ലംഘനത്തെക്കുറിച്ച് ആർക്കും പരാതിയില്ലല്ലോ. സാധാരണ മറ്റേ ആചാര ലംഘനം എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ ഹിന്ദുക്കൾ. എന്തുകൊണ്ട് ഇതിനെതിരെ ബഹളം ഉണ്ടാക്കില്ല? കാരണം ഇത് ചെയ്യുന്നതാരാ? നമ്മളൊക്കെ തന്നെയാണ് ഈ പുഴയെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. എന്തൊരു നാറ്റമാണ്. കഴിഞ്ഞ ദിവസം ഈ പരിപാടി തന്നെ അവസാനിപ്പിച്ചത് തിരുവല്ലത്തിനാണ്. തിരുവല്ലത്ത് നദീപൂജയൊക്കെ ഉണ്ടായിരുന്നു. എന്തൊരു നാറ്റമാണ് അവിടെ വെള്ളത്തിന്. ആ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല. എയറിനും എന്തൊരു നാറ്റമാണ്. ഇതെങ്ങനെയാണ് ഇത്രയും മലിനമായത്? മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇത് നിയമത്തിൻ്റെ ആവശ്യം. ഇപ്പം 2 ലക്ഷം രൂപ മറ്റുമാണ് ഈ നദിയിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിഴ. പക്ഷേ ആളുകൾ ഇത് ചെയ്യുന്നു, ഇരുട്ടിൻ്റെ മറവിൽ ഇത് ചെയ്യുന്നു. ഒരു നദി 27 കിലോമീറ്ററുള്ള കിള്ളിയാർ മുതൽ 200-300 കിലോമീറ്ററുള്ള 500 കിലോമീറ്ററുള്ള നദികൾ വരെയുണ്ട്. എല്ലാ നദികളിലും എല്ലായിടത്തും ക്യാമറ വെക്കാൻ പറ്റും. പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം സാർ പറയൂ. പറ്റൂ? ഈ 1 ലക്ഷം തോടുകളുടെ കഥ ഞാൻ പറയും. ഈ 1 ലക്ഷം തോട്ടിൽ ക്യാമറ വെക്കാൻ പറ്റും? അങ്ങനെയൊന്നും ഒരു സമൂഹത്തെ ഇതിനകത്തൊരു സ്വയം ബോധം വേണ്ടേ? പിന്നെ ഒരു എന്താണ്, ഒരു ആത്മവിരുദ്ധ വേണ്ടേ, ഒരു കുറ്റബോധമെങ്കിലും വേണ്ടേ? അല്ല, ഈ അതിനകത്ത് പിന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയൊരു റോളുണ്ട്, വലിയ പങ്കുണ്ട് അവർക്ക്. ജനങ്ങളെ പഠിപ്പിക്കുന്നതിലും അവയർനെസ് കൊടുക്കുക, നിയമം പിന്നെ ശുചീകരണം. ഓരോ ഭാഗം നമുക്കറിയാം, ഒരു നദി എത്രയോ വില്ലേജുകൾ കടന്നാണ് പിന്നെ കായലിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ ചേരുന്നത്. അപ്പോൾ ഓരോ വില്ലേജിലൂടെ പോകുമ്പോൾ അതാത് വില്ലേജുകൾ, അതാത് പഞ്ചായത്തുകൾ ആ ഭാഗം കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 27 കിലോമീറ്റർ 28 കിലോമീറ്റർ കിള്ളിയാറെന്ന് പറഞ്ഞാൽ പിന്നെ ആ നാട് തുടങ്ങി ആ നാട് മുനിസിപ്പാലിറ്റി കരകുളം ഇങ്ങനെ തുടങ്ങിയ ഒരു 4-5 സ്ഥലത്തൂടെ പോവുകയാണ്. അപ്പോൾ ഒരു ടീമിന് എത്രേ വരുള്ളൂ? കുറച്ച് സ്ഥലമേ വരുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ കൃത്യമായി അതിൻ്റെ സുരക്ഷിതത്വം ആരെ ഏറ്റെടുക്കണം? ആ സ്ഥലത്തെ തദ്ദേശഭരണ സ്ഥാപനം പങ്കുവച്ചെടുക്കുമ്പോൾ തന്നെ എടുക്കണം. ഗവൺമെൻറ് അതിനെ നിയമം കൊണ്ടുവരേണ്ടതാണ്. അവരെടുത്തിട്ട് അവിടുത്തെ ജനങ്ങളെ കംപ്ലീറ്റ് ബോധവൽക്കരിച്ച് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യേണ്ടത് ഒരു വലിയ കാരണം നമ്മുടെ കുടിവെള്ളം, നമ്മുടെ മറ്റ് കൃഷി, എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ഈ നദികൾ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ എല്ലാ മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞിരിക്കുന്ന അവിടെയാണ്. നമുക്ക് അതൊരു എന്താണ്, ഡംപിങ് യാർഡായിട്ടാണ് മലയാളി കാണുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹരിതകേരള മിഷൻ, ശുചിത്വ മിഷൻ, ചില പഞ്ചായത്തുകൾ ചിലരൊക്കെ വന്നിങ്ങനെ ചില പരിപാടികൾ നടത്തിപ്പോകുമെന്നുള്ളതല്ലാതെ ഇതിനൊരു സുസ്ഥിരതയോ ഒരു സ്ഥായി സ്വഭാവമോ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമോ ഇത് യാതൊന്നുമില്ല. ജനങ്ങളും അങ്ങനെ തന്നെ നിൽക്കുന്നത്. എന്തുമാത്രം പ്ലാസ്റ്റിക് ബോട്ടിലാണ് അതിനകത്ത് കിടക്കുന്നത്, എന്തുമാത്രം മറ്റ് കാര്യങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത്. ആളുകൾ അങ്ങനെ മോശമാണ്. ഞാനിപ്പോൾ എനിക്ക് തമാശ തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല, അങ്ങനെ ശരിയല്ല. സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഒരു പോണ്ടുമായി ബന്ധപ്പെടുത്തി ഞാൻ വൃത്തിയാക്കാൻ പോയി. അവിടെയും ആളുകൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. പബ്ലിക്കിൽ വരുന്നത്. ഈ പബ്ലിക്കിന് അപ്പോൾ എന്താ പ്രശ്നം? പബ്ലിക് ഒരു കോൺഷ്യസും ഇല്ലാത്തവരാണ്, ഒരു ബോധവും ഇല്ലാത്തവരാണ്. നേരത്തെ നമ്മൾ തുടക്ക സമയത്ത് പറഞ്ഞത് വാങ്ങുക, കഴിക്കുക, വലിച്ചെറിയുക, ഭോഗിക്കുക, ഉപഭോഗം നടത്തുക, എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. ഇത് ഈ നമ്മുടെ തിരുവനന്തപുരം നഗര ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാലിൻ്റെ സ്ഥിതി നോക്കുക. അതെ, ഒരാളെ മരിച്ചും പോയല്ലോ, ജോയി അല്ലേ? ജോയിയുടെ മരണശേഷം ശുചീകരണം നടത്തുമെന്ന് പറഞ്ഞ് കോർപ്പറേഷൻ വീമ്പിളക്കി. അതെ, എവിടെയോ തുടങ്ങി, ഇപ്പോഴും വലിയ മഴയും വെള്ളപ്പൊക്കവും പിന്നെ എന്താണ് മാലിന്യമൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഇത് തന്നെ സ്ഥിതി. ഇതിനൊന്നൊരു സ്ഥായിയായിട്ടുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്വഭാവമില്ല. ലോകത്ത് എത്രയോ നമ്മൾ നെറ്റൊക്കെ അടിച്ച് നോക്കുക, എത്രയോ രാജ്യങ്ങളിലും മനോഹരമായിട്ടാണ് നഗരത്തിൻ്റെ നടുക്കൂടെയൊക്കെ എന്തോ ഒഴുകുന്നത്, പുണ്യമായ നദി ഒഴുകുന്നത്. ഇപ്പം ഗംഗാ നദി തന്നെ എന്തോരം ശുദ്ധമാക്കി, വല്ലാതെ ശുദ്ധമാക്കി ഇപ്പം ഗംഗാ നദി. പലരും പോയിട്ട് വന്ന സുഹൃത്തുക്കൾ ശരീരങ്ങൾ ഒഴുകി അതെല്ലാം അവർക്ക് അതിനെല്ലാം വലിയ നിയന്ത്രണം. ഞാൻ ഹരിദ്വാറിൽ പോയിരുന്നു ഇടയ്ക്ക് കുറച്ച് ദിവസം വീട്ടുകാരുമായിട്ട്. വളരെ ശുദ്ധമാണ് ആ വെള്ളം, നമുക്കിറങ്ങി കുളിക്കാൻ പറ്റുന്ന നല്ല വെള്ളമാണ്. കുടിക്കുന്നില്ല, പക്ഷേ എങ്കിലും നല്ല ശുദ്ധമായ വെള്ളമാണ്. അങ്ങനെ ഗംഗ പോലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ കേരളത്തിലെ ഈ കുഞ്ഞു കുഞ്ഞു നദികളാണ് മാറ്റിയെടുക്കുക. 2.5 കിലോമീറ്ററാണ് അതിൻ്റെ വീതി, നീളമല്ല വീതി. അപ്പോൾ ഇവിടെ നിന്ന് അപ്പുറം കണ്ടുകൂടാ നദിയുടെ. അങ്ങനെയുള്ള അത്രയും വലിയ നദിയെ ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നമോ ഗംഗ എന്ന് പറഞ്ഞാൽ ശരിക്കും മോഡി, നമ്മൾ BJP മോഡി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ അവർ യമുന നദി BJP ഗവൺമെൻറ്റിൻ്റെ ഡൽഹി BJP ഗവൺമെൻറ്റിൻ്റെ വലിയൊരു വാഗ്ദാനമായിരുന്നു. എന്ത് മനോഹരമായിട്ടാണ് യമുന നദി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായി അത് ശുദ്ധീകരിക്കുകയാണ്. ഗംഗാ നദി എത്ര കുംഭമേള എത്ര ഭംഗിയായിട്ടാണ് ശുദ്ധീകരണ പ്രക്രിയ നടന്നത് അവിടെ പ്രയാഗിൽ. അത് വലിയൊരു മാതൃകയാണ്, ലോകത്തിന് മാതൃകയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്നും പറ്റാത്തതുകൊണ്ടാണ്.
അപ്പോൾ ജനങ്ങളും മാറണം, തദ്ദേശഭരണ സ്ഥാപനങ്ങളും മാറി ചിന്തിക്കണം, ഗവൺമെൻറ്റും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. ക്യാമ്പയിനുകൾക്ക് വേണ്ടി ക്യാമ്പയിനുകൾ നടത്തി ജനങ്ങളെ ഗമ്മിക്ക് കാണിച്ച് നവകേരളം അത് ഇത് ഹരിതകേരളം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്ഥായി സ്വഭാവത്തിലുള്ള ഒരു രൂപത്തിലേക്ക് ഇതിനെയൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അവിടെയാണ് കിള്ളിയാറിൻ്റെ ആയാലും വടക്കോട്ട് പോയി ഏത് നദി എടുത്താലും വളപട്ടണം എടുത്താലും ഏത് നദി എടുത്താലും അതിൻ്റെ പിന്നെ എന്താ പറയുക നിലനിൽപ്പെന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൾ നെയ്യാർ മുതൽ എടുത്തോളൂ, നെയ്യാറ്റിൻകര നമ്മുടെ കേരള ബോർഡർ കിടക്കുന്ന നെയ്യാർ മുതൽ തെക്കൻ ബോർഡർ കിടക്കുന്ന നെയ്യാർ മുതൽ വടക്കൻ ബോർഡർ കിടക്കുന്ന വളപട്ടണം മാഹിപ്പുഴയൊക്കെ എടുത്തോളൂ, ഏത് പുഴ എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അത് നമുക്ക് അതിനെതിരെ വലിയൊരു ജനകീയ മൂവ്മെൻറ്റ് തന്നെ ഉണ്ടാവണം. ആ മൂവ്മെൻറ്റ് പക്ഷേ സർക്കാർ തന്നെ മുൻകൈ എടുക്കേണ്ടി വരും. കാരണം സർക്കാർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ മുൻകൈ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളും അപ്പോൾ അതൊരു ത്രികക്ഷി സംവിധാനമാണ്. സർക്കാർ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, പിന്നെ ജനങ്ങൾക്ക് ഒരുപാട് സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ, ഒരുപാട് സംഘങ്ങളുണ്ട്. അവരെല്ലാം ചേർന്നൊരു ചെയ്യേണ്ട ഒരു വലിയ മിഷനാണ് അതിനകത്ത് വരേണ്ടത്.